ബാലഗോപാൽ കൂടി വിവരങ്ങളുമായിട്ട് തുടരുന്നുണ്ട്. ബാലു, ഏറ്റവും പുതിയതായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നുണ്ടോ? ശരി, അജിത് പവാർ അന്തരിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. ബാലു പറയൂ. അജിത് പവാറിന്റെ നിലവിലെ സ്ഥിതി എന്നാണ് പൂജ. നിലവിലെ ഈ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് അജിത് പവാറിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ അദ്ദേഹം മരിച്ചു എന്ന അനൗദ്യോഗിക വാർത്ത ഏറ്റവും പുതിയതായിട്ട് വിവരം വരുന്നു. അജിത് പവാർ അന്തരിച്ചു എന്നുള്ള വിവരം തന്നെ വരുന്നുണ്ട്. അതിൽ സ്ഥിരീകരണം വരുന്നുണ്ട്. അല്പസമയം മുമ്പ് മുതൽ നമ്മൾ സംസാരിച്ച വിവരമാണ്. ബാരാമതിയിൽ വിമാന അപകടമുണ്ടാകുന്നു, അതിൽ 6 പേരുണ്ടായിരുന്നു. അതിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറും ഉണ്ട് എന്ന് അന്നേരം തന്നെ സ്ഥിരീകരണം വന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരം അജിത് പവാർ അന്തരിച്ചു എന്നുള്ളതാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാന അപകടത്തിൽ അന്തരിച്ചു എന്നുള്ള വിവരം കൂടി വരികയാണ്. അപ്പോൾ ബാരാമതിയിൽ ഉണ്ടായ വിമാന അപകടമാണ്, അതിൽ അജിത് പവാർ അന്തരിച്ചു എന്നുള്ളൊരു സ്ഥിരീകരണവും കൂടി വരുന്നുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്തരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടിയാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബാലു, ഏറ്റവും പുതിയതായിട്ട് വരുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്തരിച്ചു എന്നുള്ള വിവരമാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഇന്ന് രാവിലെ ഉണ്ടായ വിമാനാപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. രാവിലെ 8:45 ബാരാമതിയിലുണ്ടായ വിമാന അപകടത്തിലാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. ഈ പുലർച്ചെ ഈ മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് വരുന്ന ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു അജിത് പവാറും അദ്ദേഹത്തോടൊപ്പം മറ്റ് 5 പേരും ഉണ്ടായിരുന്നത്. ഈ വിമാനം ബാരാമതിയിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ഈ അപകടത്തിൽപ്പെട്ടത്. തുടർന്നാണ് ഈ അജിത് പവാർ അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്, ബാരാമതിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ ഔദ്യോഗികമായ അദ്ദേഹത്തിൻ്റെ മരണവിവരം സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഇതുവരെയും അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അജിത് പവാർ ഈ വിമാനാപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 66 വയസ്സായിരുന്നു അജിത് പവാറിന്. അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. പവാർ കുടുംബത്തിന്റെ തട്ടകമായ ബാരാമതിയിൽ ഉണ്ടായ വിമാന അപകടത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് DGCയുടെ ഉന്നതതല അന്വേഷണം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതായുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് വിമാനത്തിന് സാങ്കേതികമായ ചില തകരാറുകൾ നേരിട്ടു. അതുകൊണ്ട് തന്നെ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പെർമിഷൻ ഈ വിമാനത്തിന്റെ പൈലറ്റ് ATCയുടെ എയർ ട്രാഫിക് കൺട്രോളിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ്, ആ അനുമതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുക. ആ സമയത്ത് വിമാനം അപകടത്തിൽപ്പെട്ടു എന്നതുമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്.